ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളങ്ങനെ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് ക്യാഷ്വലായിട്ടുള്ള സാധനങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഇവൻറ്റ്സൊക്കെ കാണിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. എനിവേ അതെങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. സ്ഥിരം വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നോക്കാം. എനിവേ അപ്പം വ്ളോഗിന് യൂസ് ചെയ്യുന്ന സെറ്റപ്പ് ജസ്റ്റ് നമ്മൾ നോർമൽ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന എൻ്റെ ഫോണാണ്, ഐഫോണാണ്. പ്ലസ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മൈക്ക് മേടിച്ചായിരുന്നു, ഹോളി ലാൻഡിൻ്റെ. ഇതൊരു ബഡ്ജറ്റ് മൈക്കാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിവേ നിങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ പറയുക. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒരു ജിം വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളേ ഉള്ളൂ നമ്മൾ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ പോയി തുടങ്ങി ഏകദേശം ഒരു മാസം ആകാറായിന്ന് തോന്നും. ഇപ്പം വയറൊക്കെ ഒന്ന് ചാടി, വെയിറ്റൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അപ്പം ഞാൻ പോകുന്ന വീഡിയോ ഞാൻ കാണിക്കാം. പുറകെ ഞാൻ ഒറ്റയ്ക്കല്ല വർക്കൗട്ട് ചെയ്യണത്, എൻ്റെ കൂടെ ഒരാളുണ്ട്. ആൾ പുറത്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഇറങ്ങിയാണ്. നമ്മുടെ കയ്യിൽ പാടെ ഉള്ളത് ഒരു ഷേക്കർ, ഇതിനകത്ത് വെള്ളമാണ്, വേറൊന്നുമല്ല. പിന്നെ ഒരു ടവൽ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബാഗില്ല, ബാഗിൻ്റെ സിപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ സുഹൃത്ത് അനുപേടനാണ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അനുപേടൻ്റെ കയ്യിൽ ബാഗുണ്ട്, നമുക്ക് അനുപേടൻ്റെ കയ്യിൽ ഇത് കൊടുക്കാം തൽക്കാലം. അപ്പോൾ നമ്മൾ ഇറങ്ങാനൊരു ഇച്ചിരി ലേറ്റായി. സോ അനുപേട്ടൻ ഇപ്പോൾ ജിമ്മിൽ കയറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളിതുമായിട്ട് അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ ജസ്റ്റ് നടക്കുന്ന വഴിയൊക്കെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ജിമ്മിലോട്ടുള്ള വഴി. വീണ്ടും തൊട്ടടുത്താണ്, അധികം ദൂരമില്ല. അടുത്ത ഒരു വളവ് കഴിഞ്ഞാൽ ജിമ്മായി. അവിടെയാണ് ജിമ്മ്. ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഏകദേശം അടുത്തെത്താറായപ്പം വേണ്ടേ 2 ടീമിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോകേണ്ട വഴി ഇങ്ങോട്ടാണ്, ഇവർ തൊട്ടപ്പുറയാണ് തിയേറ്റർ, അപ്പോൾ സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജിമ്മിലോട്ടും. ഓക്കെ, നാണം കാരണം ക്യാമറയിലോട്ട് നോക്കണില്ല. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് ജിമ്മിൻ്റെ എൻട്രൻസ്. ജസ്റ്റ് നമ്മൾ തള്ളി തുറന്ന് കയറുക. നമ്മൾ നീണ്ട ക്യൂവിലാണ്. നമുക്ക് ഈ കാർഡ് സ്കാൻ ചെയ്താലേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റും. Yeah. You're right. Yeah, good, thank you. Can I get a key and a lock for the That's safe, fine. please? Do you want to buy one or there? Thank you. Thanks. നമുക്ക് അങ്ങനെ ഒരു കീ കിട്ടിയിട്ടുണ്ട്, അതായത് ലോക്കറിന് വേണ്ടിയുള്ള. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം ഇതുമായിട്ട് നമ്മുടെ ചേഞ്ചിങ് റൂമിനുള്ളിലോട്ട് പോവുകയാണ്. ഇങ്ങനെ ഉള്ളിൽ കയറി ചുറ്റുപാടൊന്നും കാണിക്കണില്ല. അപ്പം ഞാനിവിടെ ലോക്കർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്കിവിടെ വെക്കാം. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെക്കുന്നിടം നമ്പർ ഏത് ഇടത്താണോ നമ്മൾ വെക്കണം അവിടെ നമ്പർ കാണും. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ കിടന്ന് ഒരുപാട് തപ്പും. അപ്പോൾ എൻ്റെ ടവൽ എനിക്കിപ്പോൾ ആവശ്യമില്ല. സോ ജസ്റ്റ് ഞാൻ ഈ ഒരു കുപ്പി മാത്രമേ, ഷേക്കർ മാത്രമേ ഞാൻ കയ്യിലെടുക്കുള്ളൂ. പിന്നെ നമ്മുടെ ഒരു മൈക്ക് എടുത്തിട്ട്, ഒരു മൈക്ക് എന്തായാലും കൈ വെച്ചേക്കാം അനുപേടിന് വേണ്ടി. സോ അതിൻ്റെ ബോക്സ് നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൂട്ടുക. അങ്ങനെ നമ്മളത് പൂട്ടിയിട്ട് നമ്മുടെ ഷേക്കറുമായിട്ട് നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് മണ്ടയ്ക്ക് ജിം സെക്ഷനിലോട്ടാണ്. ഇവിടെ 2 ഫ്ലോറിലായിട്ടാണ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറ് പിന്നെ
ഫസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ ഈ സൈഡിൽ പൂളാണ്. ഈ മുകളിലോട്ട് ഈ സ്റ്റെയർ കയറി പോകുമ്പോഴാണ് നമ്മുടെ ജിമ്മ്. അപ്പോൾ നമുക്കത് പൂള് ഫിലിം ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് മണ്ടക്കോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആളിനെ കണ്ടു കിട്ടി. അവർ ഓൾറെഡി അവിടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സുഹൃത്ത് അനുപേടൻ. ഹായ് പറ അനുപേട. അനുപേടൻ നമുക്കൊരു മൈക്ക് കൊടുക്കാം. ഇത് വെച്ചോളൂ. യെസ്, ഇത് അനുപേടൻ്റെ സുഹൃത്താണ്. പേര് പറഞ്ഞോ? Sanju. സഞ്ജു. ഓക്കെ. Hello. എന്താ അനുപേട, ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ലെഗ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ലെഗ് വർക്കൗട്ട് മാത്രം? അതിന് ലെഗ് ശേഷം നമ്മൾ എൻ്റെ അടുത്ത് ടവലൊക്കെ എടുക്കാൻ പറഞ്ഞല്ലോ സ്വിമ്മിംഗ് പൂളില്. ഓക്കെ, അപ്പം ഇവിടെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്വിമ്മിംഗ് കൂടെ ചെയ്യാം ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ കാണിക്കാം ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീന് ഫോൺ ഹോൾഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അപ്പോൾ ഞാനും ഒരു ചെറിയ വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരടുത്ത വർക്കൗട്ടോട് കയറി. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല നമുക്ക് ഓഡിയോ ക്ലിയർ ആണോന്ന്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പം സ്റ്റിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇന്ന് എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യണേ? ഇന്ന് എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നത്? നമ്മൾ സ്ക്വാഡ്സിന് ചെയ്തു, പിന്നെ ലെഗ് എക്സ്റ്റൻഷൻ, പിന്നെ ഹാംസ്ട്രിങ്, പിന്നെ ഈ കാഫ് മസിലിനോട് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. പിന്നെ പിന്നെ സ്വിമ്മിങ് അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ കാർഡിയാക്കും ചെയ്യുന്നത്. ഓക്കെ, 10 മിനിറ്റ്സ് ഒരു കാർഡിയാക്കും. അപ്പോൾ ഞാനിനി അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അനുപേണ്ടയിൽ ക്യാമറ കൊടുക്കുക, അനുപേട്ടൻ കാണിക്കും. അപ്പോൾ അനുപേട്ടനടുത്തത് കാഫ് മസിൽസിനുള്ള എക്സസൈസ് തുടങ്ങി. കാഫ് മസിലിന് ലോഡ് കൊടുത്തിട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ ഇവിടെ പോകേണ്ട ഇനി പിന്നെ നമുക്ക് കാൽ ചേട്ടൻ പറയുന്നിടത്തോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കാൽ മസിലൊക്കെ എന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ചെയ്ത പാർട്സുകളൊക്കെ മസിൽസ് ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്ട്രെച്ച്. സ്ട്രെച്ച്. ഓക്കെ, താങ്ക്സ് സാർ. അപ്പോൾ ഇത് ചെറിയൊരു വാമപ്പ് സെക്ഷനാണ്. നമ്മളിവിടെയാണ് വന്ന് വാമപ്പ് ചെയ്യുന്നത്. പൈസ വേണ്ട, നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാം. ഇതേ അപ്പം ഞങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ജിമ്മിന് വെളിയിലിറങ്ങി. ലെഗ് വർക്കൗട്ട് അത് കഴിഞ്ഞ് സ്വിമ്മിങ്. അപ്പം നമ്മളത് കഴിഞ്ഞ് ചെയ്തെടുത്തൊന്നും ക്യാമറ അലോഡ് അല്ലായിരുന്നു. സോ നമ്മൾ പിന്നീട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ വെളിയിലിറങ്ങി ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. അതേ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പ്, മലയാളി കട. ഹലോ സാർ. ആരാണുള്ളത്? നാളെ നാളെ വൈറലാകാൻ പോകുന്ന വ്യക്തിയാണ്. യോവിലെ എല്ലാ മലയാളികൾക്കും ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ കിട്ടാത്തായിട്ട് ഒരു സാധനങ്ങളില്ല. പറയുന്നത് സത്യമാണോ ചേട്ടാ? ഇവിടെ എന്തൊക്കെ ഇതെന്തൊക്കെ സാധനമാണ് ചേട്ടാ ഉള്ളത്? ഇവിടെ ഉപ്പ് തൊട്ട് ഓ, ഷിജിലിയാണ് ക്യാമറ ഉണ്ടപ്പോ എന്തോരം നാണം. ഏത് യൂട്യൂബ് വരും കേട്ടാ.
തെറി വിളിക്കല്ലേ, അത് ഞാൻ ബീപ്പിട്ടോളാം. പക്ഷെ ഇതെല്ലാം കേൾക്കും. ചേട്ടൻ ഇതാണ് കട. അന്ന വിട്ട് നോക്കിയിരിക്കണ കേട്ടോ. കടയുടെ ഒരു ടൂർ എടുക്കും. അതെ ചേട്ടാ, പറഞ്ഞു കൊടുക്കേട്ടെ എന്തൊക്കെ സാധനം ഇവിടെ ഉള്ളതെന്ന് ആൾക്കാരൊക്കെ അറിയട്ടെ. വീഡിയോ ഏട്ടാ, യൂട്യൂബ് വീഡിയോ. സീരിയസ്ലി സീരിയസ്ലി വീഡിയോ. ദേ ഇവിടെ ഒരുപാട് സാധനമുണ്ട്. നമ്മളെ നാട്ടിലുള്ള പലതരം സാധനങ്ങൾ എല്ലാം തന്നെ, ഒട്ടുമിക്ക എല്ലാം തന്നെ ഇവിടെ ഉണ്ടല്ലേ അനുപേട്ട? എല്ലാ സാധനം ഉണ്ട് ഇവിടെ. കടയുടെ ടൂർ ഒന്നും എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ എല്ലാം ഉണ്ട്. താറാമുട്ട മുതൽ കോഴിമുട്ട വരെ, പച്ചക്കറി, പിന്നെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാം തന്നെ ഇവിടെ കിട്ടും. മുതലാളി ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്താ സാധനം എന്ന്. മുതലാളിയുടെ ഫേസ് ഒക്കെ ഉണ്ടോ ഈശ്വര, ഒന്ന് സൂം ചെയ്ത് നമ്മുടെ ഓഡിയൻസിനൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. ശരിയേട്ടാ ഒരു മൈക്കോട്ടെ. എന്ത് ഇവിടെ എന്തൊക്കെയാ നിങ്ങൾ കടയിൽ വിൽക്കുന്നത്? സീരിയസ് ആയിട്ട് പിന്നെ ഇത്ര നേരം തമാശയോടെ പറഞ്ഞേ. നമ്മളുടെ കടയിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ യോളില് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കടയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കറക്റ്റ് ആയിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മുടെ മലയാളി സാധനങ്ങൾ മാത്രമല്ലോ. മലയാളി സാധനങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടുള്ളതായാലും, പിന്നെ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻസിന് വേണ്ടിയിട്ടുള്ളതായാലും, പിന്നെ മറ്റുള്ള യൂറോപ്യൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായാലും നമ്മൾ കൊണ്ടാവുന്ന സാധനങ്ങൾ പരമാവധി നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോർമലി ഞാൻ എന്തെങ്കിലും അത്യാവശ്യം സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ വരിക പെട്ടെന്ന്, കാരണം വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഒരു 9 മണി കഴിഞ്ഞ് ഇവർ തുറക്കും എപ്പോഴും. ഇത് ഇപ്പം ഷിജിലിയേട്ടനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ശ്യാം എന്ന് പറഞ്ഞിട്ട് വേറെ ആളുണ്ട്, നമ്മൾ ശ്യാമേട്ടൻ എന്ന് വിളിക്കും. അപ്പം ഇവർ രണ്ടുപേരും മാറി ആരെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയായിട്ടിരിക്കും. അപ്പം ഞങ്ങൾ വേണ്ട സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരും, സാധനം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത്യാവശ്യം എല്ലാം കിട്ടുന്ന കടയാണ്. ദേ ഗൈസ്, അനൂപേട്ടൻ കാശ് എടുത്ത് എറിയാൻ പോണം. അപ്പോൾ അനൂപേട്ടൻ അവിടെ നിന്ന് പേ ചെയ്യട്ടെ, നമുക്ക് പുറത്തെന്തോ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ അതാണ് അവിടെ ഇവിടുത്തെ ഒരു ഫേമസ് പബ്ബാണ്, വെതർസ്പൂൺ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം ചെയ്യാം. നമ്മൾ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാറുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ ചെയ്യാം നമ്മൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പം ബൈ പറയൂ. അനുപേട്ട ഒരു ബൈ. ഓക്കെ ബൈ.